പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവമേ ഒരു ശുഭകാലം, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാകണം. ആർക്കുമില്ലാത്ത എതിരോ, ആർക്കുമില്ലാത്ത പോരോ, ആർക്കുമില്ലാത്ത വെല്ലുവിളിയോ, ആർക്കുമില്ലാത്ത അപവാദമോ, ആർക്കുമില്ലാത്ത അപമാനമോ നീ അനുഭവിക്കുന്നെങ്കിൽ കുറിച്ചിട്ടോ, പിന്നത്തേതിൽ ഒരു ശുഭതയുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിനക്കൊരു ശുഭത കൽപ്പിക്കുവാൻ ദൈവം മതിയായവനാ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മെത്തേഡ് നിങ്ങൾ കണ്ടോ? മുഴങ്കാലിൽ കുത്തി, ഉള്ളങ്കൈ രണ്ടും ഊന്നി എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം മനസ്സിലായോ? നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ആന കളിപ്പിക്കാൻ മുട്ടയെ കുത്തി കൈ കുത്തിയിട്ട് മണ്ടയ്ക്ക് പിള്ളേരെ കയറ്റി നിർത്തി കൊച്ചുമക്കളെ കളിപ്പിക്കത്തില്ലേ അപ്പച്ചനൊക്കെ? ദാനിയേൽ അപ്പച്ചൻ്റെ മുമ്പിൽ നിൽക്കുക. എങ്ങനെയാണെന്നറിയാമോ? മുഴങ്കാലും ഉള്ളങ്കൈയും ഊന്നി, പ്രൈസ് ദി ലോർഡ്, തല കുനിച്ച്, കൈ രണ്ടും ഊന്നി, മുട്ടി രണ്ടും മടക്കി ദൈവസന്നിധി കിടക്കുകയാ. ഇത് ലോകത്തിൽ മറ്റാരും കാണുന്നില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ പ്രാർത്ഥനാ പായിൽ നീ കിടന്ന് നിലവിളിക്കുന്നതും വിറയ്ക്കുന്ന മുഴങ്കാലുകൾ ഊന്നി പ്രാർത്ഥിക്കുന്നതും കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രാർത്ഥിച്ചവനെ വിളിക്കുകയാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നീ നിന്നെ തന്നെ നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ മറ്റാരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ നിന്നെ കുനിയിപ്പിക്കാൻ ആളുകൾ നോക്കിയാലും നീ കുനിയരുത്. നീ കുനിയേണ്ട ഒരിടമുണ്ട്. അത് മനുഷ്യന്റെ മുമ്പിലല്ല, വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിലാ. വിളിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ കുനിയാൻ തയ്യാറായാൽ, കുനിയാൻ മനസ്സ് വെക്കുമ്പോൾ, താഴ്ത്താൻ മനസ്സ് വെക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ ആനിയാൻ്റിയുടെ ആങ്ങള സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന കൺവെൻഷനാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയത്. താന പെന്തക്കോസ്